ഹായ്, എൻ്റെ പേര് അലക്സ്. ബൗൺസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന പേരിൽ പനമ്പള്ളി നഗറിലും കലൂരും നമുക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്. ബൗൺസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. വരുന്ന എല്ലാവർക്കും തന്നെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണലൈസ് ചെയ്തിട്ട് അവരുടെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, അങ്ങനെ എൻറ്റയർലി ഡീപ്ലി ഇൻവോൾവ് ചെയ്ത് ഈച്ച് ആൻഡ് എവ്രി വൺ വിൽ ബി ഹാവിങ് ഫിറ്റ്നസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ഇൻ ദെയർ ലൈഫ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് പ്രോസസ്സിൽ മെയിനായിട്ട് വരുന്ന 3 കാര്യങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ എക്സസൈസ്, ന്യൂട്രീഷൻ, റെസ്റ്റ്. ഇതിൽ പലരും ഫോക്കസ് ചെയ്യുന്ന കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എക്സസൈസ് മാത്രമാണ്. അതിനകത്ത് റെസ്റ്റും അതുപോലെ തന്നെ ന്യൂട്രീഷനും പലരും ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്കറിയാവുന്ന ഒരു 10 8 പേർക്കും നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ക്വാളിറ്റി സ്ലീപ്പാണ് ഒരു മനുഷ്യൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. രാവിലെ എഴുന്നേറ്റ് വെൻ യു ബിഗിൻ യുവർ ഡേ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ്, ഒരു ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് റിഫ്രഷ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. നല്ലൊരു സ്ലീപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ഡേ ബിഗിനിങ് തന്നെ നമുക്ക് വളരെ സ്ലീപ്പി ആയിട്ടുള്ളൊരു ബിഗിനിങ് ആയിരിക്കും. ഞാൻ ഈ പറയുന്നത് എനിക്ക് തന്നെ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് ക്ലയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരിലും കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ബെഡ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഒരുപാട് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്കിലാണ് ഞാൻ പറയുന്നത്. ബെഡ്, ക്വാളിറ്റി ഓഫ് ബെഡ് അല്ലെങ്കിൽ ബെഡിൻ്റെ പഴക്കം, അതിനകത്തുണ്ടാകുന്ന ഡസ്റ്റ്, അതുപോലെ തന്നെ ചെറിയ ബഗ്സ്, ഇങ്ങനെ ബെഡിൽ നമ്മളറിയാത്ത ഒരുപാട് മൈക്രോ ഡേർട്ടുണ്ട്. ഇത് നമ്മളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റീനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ലീപ്പ് കറക്റ്റായാൽ തന്നെ നമ്മുടെ ഒരുപാട് മെൻ്റൽ ഹെൽത്ത്, ഈ നൗഡേയ്സ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ സഫറിങ് വിത്ത് മെൻ്റൽ ഇഷ്യൂസ്. സ്ട്രെസ്സ് തന്നെ മെയിൻലി. നല്ലൊരു ഉറക്കമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് എഫക്ട്സ് എ ബ്രെയിൻ ഹെൽത്ത്. ഒരുപാട് സ്റ്റഡീസ് അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്തിന് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി സ്ലീപ്പ് അല്ലെങ്കിൽ സ്ലീപ്പ് ക്വാളിറ്റി ഇല്ലായ്മ, ഇതെല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഓവറോൾ ഹെൽത്തിനെയും ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു ഭാഗമാണ്. നല്ലൊരു ക്വാളിറ്റി ബെഡ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ബെഡ് പഴക്കം ചെന്നിട്ട് അതിലുണ്ടാകുന്ന ഡേർട്ട്, മൈക്രോ ബാക്ടീരിയയോ അല്ലെങ്കിൽ ഫംഗസോ, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതിലൂടെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് അലർജി. എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് തന്നെ അതിനൊരു വലിയൊരു ഹ്യൂജ് നമ്പർ ഓഫ് ആൾക്കാർ അലർജി വെച്ച് സഫർ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ എക്സസൈസും ന്യൂട്രിയൻസും കറക്റ്റായിട്ട് നോക്കിയെങ്കിൽ പോലും, എൻ്റെ ഇമ്മ്യൂണിറ്റി എല്ലാ രീതിയിലും അപ്പാക്കാനുള്ള ന്യൂട്രിയൻസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അലർജി വെച്ച് സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മാർട്ടിനും റേണും ഇങ്ങനൊരു കാര്യം സജസ്റ്റ് ചെയ്യുമ്പോൾ അലർജിക്ക് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ സിൻസ് ആഫ്റ്റർ ദേ ഡിഡ് ദിസ് ഡീപ് ക്ലീനിങ്, അതെടുത്തപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ സൈക്കോളജിക്കലി ഐ ഫെൽ സോ റിഫ്രഷ്ഡ്. കാരണം അത്രയും ആണ് അവർ ആ ബെഡിൽ നിന്ന് നമ്മൾ എവറി ഡേ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ പലരിലും ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ക്ലീനിങ് പ്രോസസ്സിൽ അത്രയും ചങ്ക് ഓഫ് ഡേർട്ടാണ് അവർ കാണിച്ചു തന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു മെൻ്റൽ റിലാക്സേഷനും ഒരു സാറ്റിസ്ഫാക്ഷനും വന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും മിക്കവാറും ഉണ്ടാകുന്ന ഒരു സ്നീസിങ് ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ. സോ ഐ വാസ് വണ്ടറിങ് വാട്ട് വാസ് ഹാപ്പനിങ്. ഞാൻ ബെഡ്റൂമിൻ്റെ എല്ലാ രീതിയിലും എല്ലാ സൈഡും ക്ലീൻ ചെയ്തെങ്കിലും ബെഡിനകത്ത് നമ്മളെല്ലാവരും ഇഗ്നോർ ചെയ്യുന്നൊരു ഭാഗമാണ്. പക്ഷെ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് മൈ സ്നീസിങ് ഹാസ് ഈ പറഞ്ഞ അലർജി കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഡിസപ്പിയർഡായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പീപ്പിൾ ഹു ആർ സഫറിങ് വിത്ത് ഈ മോർണിംഗ് അലർജി, ദിസ് വിൽ ബി എ ഗ്രേറ്റ് സൊല്യൂഷൻ. And I feel grateful for ഇങ്ങനൊരു സപ്പോർട്ട്. I never thought there is something like this and ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും വിചാരിച്ചത് എക്സസൈസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഇതിലൂടെ നമ്മുടെ ഫിറ്റ്നസ്സും ഇമ്മ്യൂണിറ്റിയും കൂട്ടുന്നു, വിച്ച് ഈസ് ദ ഫാക്ട്. എന്നാലും ഇങ്ങനെയുള്ള അഡീഷണൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും അലർജി വരാം. അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് ഞാൻ. അപ്പോൾ I felt great relief and I found a solution. I am so excited about that experience. So I would highly recommend to every client I have, or anybody who I know. എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് ഞാൻ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു. കാരണം നല്ലൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടല്ലോ. So this is highly recommended. Thank you.